എന്റെ ബർത്ത്ഡേ എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആളുടെ ബർത്ത്ഡേ ഇമ്പോർട്ടന്റ് ആണോ അല്ല, എന്റെ ബർത്ത്ഡേ എനിക്ക് അതെന്താണെന്ന് അറിയില്ല. നമ്മൾ ആ ചെറുപ്പത്തിലൊന്നും അത്ര ഒന്നും ആഘോഷിച്ചിട്ടില്ല. അതൊന്നും വലിയ പ്രാധാന്യം ഇല്ല. പിന്നെ പക്ഷെ എനിക്ക് പിന്നെ എന്തായി, എന്റെ ബർത്ത്ഡേ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയി. വേറെ ആരുടെ ആഘോഷിച്ചില്ല, എന്നെ ആഘോഷിക്കണം. എന്നെ വിഷ് ചെയ്തില്ലെങ്കിൽ ഞാൻ അവരൊക്കെ ബ്ലോക്ക് ചെയ്യും, ഞാൻ അവരോടൊക്കെ തെറ്റും. എന്റെ പൊന്നെ, അതൊക്കെ എനിക്ക് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. എന്റെ ബർത്ത്ഡേ ഇങ്ങനെ ഒരു വലിയ ലിസ്റ്റ് ബ്ലോക്ക് ഉണ്ടാവും അല്ലേ, ബ്ലോക്ക്ഡ് കോണ്ടാക്ട്സ് അല്ലേ? എന്നിട്ട് പിന്നെ ഇവരെ എപ്പോഴെങ്കിലും അൺബ്ലോക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഒരു അവസരം കൊടുക്കാറുണ്ടോ? അടുത്ത വിഷ് ചെയ്ത് കഴിഞ്ഞാല് അല്ല, അവര് വിളിച്ചിട്ട് വിഷ് ചെയ്യുമല്ലോ. അപ്പം അവരോട് ഞാൻ പറയും, നിങ്ങൾ എന്നെ വിഷ് ചെയ്തില്ല, അതോട് ഞാൻ ബ്ലോക്ക് ചെയ്യുന്നു, ബൈ. അപ്പൊ അവര് വിളിച്ചിട്ട് അയ്യോ സോറി മറന്നു പോയതാ പറയോ, അങ്ങനെ അൺബ്ലോക്ക് ചെയ്ത് കൊടുക്കും. അങ്ങനെ സ്വന്തം ഭർത്താവ് മറന്നുപോയ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഇല്ല ഇല്ല ഇല്ല. മക്കളും എല്ലാരും ഒക്കെ കൃത്യമായിട്ട് മക്കളും എന്ന് പറഞ്ഞാൽ മോനത്ര അയച്ചില്ലല്ലോ. ഇല്ല, അവരൊന്നും മറന്നിട്ടില്ല. ബിക്കോസ് ഞാൻ തന്നെ പറയും തലേന്ന്, നാളെ എന്റെ ബർത്ത്ഡേ ആണ്, നിങ്ങളെല്ലാരും ഒരു സിനിമയില് പറയണ്ടല്ലോ, അതുപോലെ വിഷ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ എനിക്ക് ആ സിനിമ കണ്ടപ്പോ ആ സിനിമ ഞാൻ ചേച്ചിന്റെ വീട്ടിൽ ദുബായിൽ ഇരുന്നിട്ടാ കണ്ട. ഞങ്ങളൊക്കെ ഒരുമിച്ച് ചിരിച്ചു. ബിക്കോസ് അവർക്കൊക്കെ എന്റെ സ്വഭാവം അറിയാം, എനിക്ക് എന്നെ കാണുന്ന പോലെ തോന്നിപ്പോയി. അല്ല, അങ്ങനെ പറഞ്ഞിട്ട് അവര് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചു തന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിഷമമുണ്ടോ? അതോ വിഷയം മേടിച്ചു തരത്തില്ല, അവളെ എവിടെയെങ്കിലും കൊണ്ടുപോകും, എല്ലാ ബർത്ത്ഡേക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകും, അങ്ങനെ. പക്ഷെ എനിക്ക് വേണ്ടത് അങ്ങനെയല്ല, എനിക്ക് വേണ്ട സർപ്രൈസ് ഗിഫ്റ്റും കേക്ക് കട്ടിംഗ് ഒക്കെയാ. പക്ഷെ ആള് എവിടെയെങ്കിലും കൊണ്ടുപോവാ ചെയ്യാം, ആള് നല്ലതായി ചെയ്യാം. പക്ഷെ എനിക്കിഷ്ടം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. അപ്പൊ അത് പറയുമ്പോൾ അവർ ഇത്രയും വലിയ കാര്യം ചെയ്തിട്ട് അതിന് വാല്യൂ ഇല്ല. കറക്റ്റ്. ഇവന് എന്തെങ്കിലും ആവട്ടെ, അഴുകി പോട്ടെ അല്ലേ? ശരി, അങ്ങനെയാണ്. ഇനി ഞാൻ കുറച്ച് ഫാമിലി ക്വസ്റ്റ്യൻസ് ഇപ്പൊ അത്ര നേരം ചോദിച്ചുകൊണ്ടിരുന്നത് പിന്നെ വേറെ എന്താണ് കൊച്ചെന്നല്ലേ അങ്ങനെയല്ല. മോൾക്ക് നിനക്ക് എങ്ങനെ സിനിമാ മോഹങ്ങളുണ്ടോ? ഇപ്പൊ അങ്ങനൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഭയങ്കര മടിയാ. പിന്നെ ഞാനാണ് കുറച്ചും കൂടെ വാ പ്ലീസ് നമുക്ക് അങ്ങനെ ഇതാക്കുക ഇത് ചെയ്യുന്നൊക്കെ പറയുന്നത്. അല്ല, റീൽ ചെയ്യാനൊക്കെ കുഴപ്പമില്ല, എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ അല്ലാണ്ട് ഇപ്പൊ ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ വരും, ഞങ്ങൾ രണ്ടുപേരും കൂടെ എല്ലാരും ചോദിക്കാം. പക്ഷെ അതൊക്കെ ഭയങ്കര മടിയാ. അപ്പൊ അമ്മ എങ്ങനെയെങ്കിലും കുന്തിത്തള്ളി കൊണ്ടുപോകാറുണ്ടോ? വാ പ്ലീസ്, കാരണം എനിക്ക് കുറച്ച് മടിയാ. അപ്പൊ എനിക്ക് ഒരാളും കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു കമ്പനി അല്ലേ, ഞാൻ പ്ലീസ് എന്റെ കൂടെ വാ. അതിന് വേണ്ടിയിട്ടൊക്കെ വരാൻ തയ്യാറാവുന്ന ഒരാളാണ്. കുഴപ്പമില്ല. അങ്ങനെ ഒരു മൂവി ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ സപ്പോർട്ട് ചെയ്യോ? അമ്മ അച്ഛനും സപ്പോർട്ട് ചെയ്യോ? അതോ ഇപ്പൊ വേണ്ട നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ് പഠിച്ചു? 9ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്, അപ്പൊ കുറച്ചും കൂടെ പഠിച്ചിട്ടൊക്കെ പോരെ. അമ്മയും മോളും രണ്ടുപേരും ഇപ്പൊ ഞാൻ പറയില്ല, എപ്പോഴും ഒരുപോലെ നമ്മൾ കാണുമ്പോഴത്തേക്ക് ഇതിൽ അമ്മയും മോളും ആണോ എന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ട് മാത്രം അറിയാവുന്ന രണ്ടാൾക്കാരാണ്. നിങ്ങൾ രണ്ടുപേരിൽ ഫാഷനബിൾ ആരാണെന്ന് ചോദിച്ചാൽ അവള് പറയും അമ്മക്ക് ഡ്രസ്സിംഗ് സെൻസേ ഇല്ല എന്ന് പറയും. അതെ, എന്നിട്ട് അവളെ കീറി ജീൻസ് ഒക്കെ ഇട്ടിട്ട് എന്നെ കൊണ്ട് ഇടിപ്പിക്കും. എന്നിട്ട് നാട്ടുകാരെ ചീത്ത ഫുള്ള് ഞാൻ കാണാം, വേറെ ഒന്നുമില്ല ദാരിദ്ര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അവൾ എന്നെ കൊണ്ട് ഓരോ വേഷം കെട്ടിക്കോ. അവള് പറയുന്നത് ഞാൻ വിചാരിക്കും, ഓ ഇതാണ് ഫാഷൻ ഞാൻ കേട്ടോ. പക്ഷെ നാട്ടുകാരെ ചീത്ത കേൾക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവാം അത് നിങ്ങളുടെ ഫാഷൻ ആണെന്നുള്ളത്.